ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി വാഹനങ്ങളെ കടത്തിവിട്ടു തുടങ്ങി. എസ് വിജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കുന്ന ഈ ബെയിലി പാലം യഥാർത്ഥത്തിൽ ഒരു പാലം എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രാധാന്യം അതിനുണ്ട്. ആർമിയുടെ മദ്രാസ് റെജിമെന്റിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം വളരെ വേഗത്തിൽ ചെയ്തു തീർത്ത ഒരു ജോലി. യഥാർത്ഥത്തിൽ വലിയ ദുരന്തം നേരിട്ട ഒരു നാട് തിരിച്ചു വരുന്നതിൻ്റെ സൂചന അതായി അങ്ങനെ വേണം നമുക്ക് ഈ പാലത്തെ വിശേഷിപ്പിക്കാൻ. രണ്ട് മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുക മാത്രമല്ല ഈ പാലം ചെയ്യുന്നത്, തിരിച്ചുവരവിനുള്ള ത്രാണിയുണ്ട്, ശേഷിയുണ്ട് എന്ന് ഈ നാട് ഈ പാലം നിർമ്മാണത്തിലൂടെ തെളിയിക്കുകയാണ്. ഇവിടേക്ക് നിത്യസഹായം എത്തിക്കാം, ആംബുലൻസുകൾക്ക് പോകാം, യന്ത്രസാമഗ്രികൾ കൊണ്ടുപോകാം. അങ്ങനെ രക്ഷാദൗത്യത്തിന്, മുണ്ടക്കയിലൊക്കെ നടക്കുന്ന രക്ഷാദൗത്യത്തിന് വളരെ നിർണായകമാകും ഈ പാലം എന്നതിൽ തർക്കം വേണ്ട. തന്നെയുമല്ല, ഈ മുണ്ടക്കൈ ഭാഗത്തുള്ളവർക്ക് ചൂരൽമലയിലേക്ക് വരാനുണ്ടായിരുന്ന ഏക ഉപാധി ഈ പാലം മാത്രമായിരുന്നു. ഈ ഉരുൾപൊട്ടലിന് മുമ്പ് വരെ അവർ രാവിലെ ഇവിടെ വരുന്നു, മേപ്പാടിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കൽപ്പറ്റയിലേക്ക് പോകുന്നു. അങ്ങനെ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു നമ്മൾ ഈ ബെയിലി പാലം നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ആ പാലം ഒഴുകി, അത് പൊളിഞ്ഞ് ഒഴുകി വളരെ കഷ്ണങ്ങളായി ദൂരെ ഒരു സ്ഥലത്തേക്ക് ആ പാലം ഇപ്പോൾ ഏതാണ്ട് കോൺക്രീറ്റ് പാളികൾ മാത്രമായി കിടക്കുകയാണ്. അങ്ങനെ ഈ ദുരന്തം ആകെ തുടച്ചു നീക്കപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മളുടെ കരസേനയുടെ മദ്രാസ് റെജിമെന്റിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ഒരു പാലം വളരെ വേഗത്തിൽ സജ്ജമാക്കി. അവർ പറഞ്ഞതിലും വേഗത്തിൽ അത് യാഥാർത്ഥ്യമാക്കുകയും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ ഭാഗത്തേക്ക് നമുക്ക് രക്ഷാപ്രവർത്തകർക്ക് കൂടുതലായി പോകാൻ കഴിയും, പ്രതിസന്ധികളില്ലാതെ. ആളുകളെ നമ്മൾ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു പാലത്തിലൂടെ വളരെ സാഹസികമായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കരയിലേക്ക് കൊണ്ടുവന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നമ്മൾ ഒരു ദിവസം മുഴുവൻ അങ്ങനെ കൊണ്ടുവരാൻ കാത്തിരിക്കേണ്ടി വന്നു അത്തരമൊരു പാലം ഉണ്ടാക്കാൻ. അത്തരമൊരു പ്രതിസന്ധി നേരിട്ട ഒരു നാടാണ് വലിയ തിരിച്ചുവരവ് നടത്തുന്നത്. ഇനിയപ്പോൾ ഇവിടെ ഒരു സ്ഥിരം പാലം ഒക്കെ ഉണ്ടാകണം. അത് പക്ഷേ എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല, എത്ര നാൾ പിടിക്കുമെന്നറിയില്ല. അതുവരെ ഈ രണ്ട് നാടുകൾ, ഇപ്പോൾ മുണ്ടക്കൈക്കും ഈ കരയ്ക്കും, അതായത് ഈ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തിനും മേഖലയ്ക്കും ഒരുമിച്ച് അവർക്ക് കാണുന്നതിന്, അവർക്ക് സംസാരിക്കുന്നതിന്, അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗം ആയ ഒരു പാലമായി ഇത് മാറുകയും ചെയ്യുന്ന വലിയ ജനങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. വളരെ വേഗത്തിൽ ഇത്തരത്തിൽ ഒരു പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയും. അത് അവരുടെ ജീവിതത്തെ കാര്യമായി തന്നെ സ്വാധീനിക്കുകയും ചെയ്യും. അത്തരത്തിലാണ് വളരെ വേഗത്തിൽ, നേരത്തെ ആർമി പറഞ്ഞതിനേക്കാൾ വേഗത്തിൽ ആ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും അത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ആർമി ഉന്നത ഉദ്യോഗസ്ഥർ ഒരു സ്കോർപിയോ വാഹനം, ഒരു ജീപ്പ് ഓടിച്ചാണ് ആ പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സേനാംഗങ്ങളാണ് കഴിഞ്ഞ ഏതാണ്ട് മണിക്കൂറുകളായി, എത്രയോ തുടർച്ചയായ മണിക്കൂറുകളിൽ വിശ്രമമില്ലാതെ ജോലി ചെയ്ത് ഈ പാലം യാഥാർത്ഥ്യമാക്കിയത്. ഇന്നലെ ഏതാണ്ട് ഒരു പുലർച്ചെ 3 മണിവരെയൊക്കെ അവരിവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവർ ഇപ്പോഴത് പൂർത്തിയാക്കി, ആ ജോലി പൂർത്തിയാക്കി ആ പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളുടെ പല ഭാഗങ്ങളിലും ഇത്തരം ദുരന്തമുണ്ടാകുന്ന മേഖലകളിലൊക്കെ ഇത്തരം പാലങ്ങൾ പണിയുന്നുണ്ട്. അത് ആ മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തെ ആകെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സേനാ വിഭാഗങ്ങളാണ് ആ പാലം നിർമ്മാണത്തിൽ ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിലൊക്കെ വലിയ ജോലി ചെയ്തത്. അവർക്ക് ഇവിടെയുള്ള നമ്മളുടെ സിവിലിയൻ ആളുകൾ എന്ന് വെച്ചാൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകുന്ന നാട്ടുകാരൊക്കെ ഒരു ബിഗ് സല്യൂട്ട് നൽകുന്ന ഒരു കാഴ്ച കൂടി നമ്മളിവിടെ കണ്ടു. വലിയ ഈ ദുരന്തത്തിൻ്റെ വലിയ ഭീതിജനകമായ ആ സമയത്ത് പോലും ആശ്വാസം നൽകുന്ന, സാന്ത്വനം നൽകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു പാലം എന്നതിനപ്പുറത്തേക്കും ഒരു ആത്മവിശ്വാസം, തിരിച്ചുവരവിന്, ഒരു ദുരന്തം നേരിട്ട നാടിന് തിരിച്ചുവരവിന് ശേഷിയുണ്ട് എന്നതുകൂടിയാണ് ഈ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്.